ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി നമ്മൾ രാവിലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ദോശയുടെ കൂടെ കഴിക്കാം. ആ ഒരു കറി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ രാവിലെ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 3 നേരവും ഈ ഒരു കറി മതി. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങളേ വേണ്ടൂ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. തക്കാളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കിനി എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി ഈ അരിഞ്ഞെടുത്ത തക്കാളി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് കൂടിയ തീയിൽ 1 വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിൽ അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കുക്കർ വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കറി അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ലൂസാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കറി കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുന്നത്. നിങ്ങൾക്കിനി ഈ ഒരു കറി ഇതുപോലെ കുറച്ച് കട്ടിയിലിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് സവാള നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം കടുകും വറുത്തിട്ട് കൊടുക്കാം. പക്ഷെ എനിക്ക് ഇതുപോലെ സവാള വറുത്തിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈസി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.